ജഗതിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഒരു കള്ളക്കേസ് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് സന്യാസിമാരെ എല്ലാം മോശമാക്കി 17 NH-17 തന്നെ ജഗതി പിന്നെ അഭിനയിക്കണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞ് പരിഹസിച്ച് ആൾക്കാരുടെ ലിസ്റ്റിൽ ആ വാർത്ത എഴുതിയ ഒരു ലേഡി ഉണ്ടാകും, ലേബി സജീന്ദ്രൻ, മനോരമയിലായിരുന്നു. ആ ലേബി സജീന്ദ്രൻ പിന്നെ ജീവിതത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. യഥാർത്ഥ ഭദ്രാനന്ദിനെ, സ്വാമി ഭദ്രാനന്ദിനെ തിരിച്ചറിയാത്ത ഒരു കേരളം ഉണ്ട് ഇവിടെ. അവർക്ക് ചിലപ്പോ പിറന്ന് പൊട്ടിത്തെറിക്കുന്ന സമയമായിരിക്കും, ഒരു കാര്യം കാണുമ്പോൾ പ്രതികരിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കാണിക്കുന്ന കുഴപ്പങ്ങൾ പച്ചയ്ക്ക് പറയാൻ ഒന്നിനും ഭയങ്കര. നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു നിരപരാധിയെ നമ്മൾ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കണ്ണീര് കുടിക്കും. ഇദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ABC ചാനലിൽ അതിനെപ്പറ്റി ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഭ്രാന്ത് പിടിച്ച് തലയിലുള്ള ഒരാളാണല്ലോ. അപ്പം അത് May 17 എന്ത് ചെയ്തു, എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണത്. എന്താണ് അവിടെ സുൽത്താൻജി, ഈ May 17 ഒരു പ്രത്യേകത, ഭദ്രാനന്ദ് ഒരു പുതിയ പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയ സമയമാണ്. തോക്കുസ്വാമി. സ്റ്റേഷനിൽ വെടിവെട്ടിച്ചു, ഉപദ്രവിച്ചു, പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു, പല രീതിയിലും മാധ്യമങ്ങളൊന്നും എഴുതിയതാണ്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ തേടി ഒരു മാധ്യമ പ്രവർത്തനം അന്ന് യാത്ര ചെയ്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അന്ന് ഈ പല ജാതീയമായ വേർതിരിവുകളും സമരങ്ങളും നടന്നപ്പോ കയ്യിൽ കിട്ടിയവനെയൊക്കെ കള്ളനാക്കുക, കൊള്ളക്കാരനാക്കുക എന്നുള്ള ഒരു അന്നത്തെ മാധ്യമങ്ങളുടെ ഒരു അജണ്ട ഇതിനകത്തുണ്ടായിരുന്നു. അതില് തൻ്റെ അമ്മയും ഒത്ത് ജീവിച്ചിരുന്ന, അദ്ദേഹത്തിന്റെ വഴികളിൽ ജീവിച്ചിരുന്ന, യോഗയിൽ, മെഡിറ്റേഷനിൽ, ചക്ര ഹീലിംഗിൽ അത്തരത്തിലൊരു ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യനെ സ്വന്തം അമ്മ വെപ്പാട്ടിയാണ് അല്ലെങ്കിൽ വേശ്യാസ്ത്രീയോടൊപ്പമാണ് താമസിക്കുന്ന പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറിയാൻ പറ്റും. അതിനകത്ത് തർക്കം. ഞാൻ ഏത് പൊസിഷനിൽ ഇരുന്നാലും തോക്കെന്നല്ല, എൻ്റെ കയ്യിൽ കിട്ടുന്ന എടുത്ത് വെച്ചാൽ എൻ്റെ അമ്മയെ എന്നെ കൂടെ ചേർത്ത് പറഞ്ഞാൽ കൊല്ലും. അതാണ് നമ്മൾ അമ്മ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അത്തരത്തിൽ വന്നപ്പോ സ്വാമി അന്നേരത്തെ ആവേശത്തിൽ ചിലപ്പോൾ തോക്കി അത് വെടിപൊട്ടി പോയതേ ഉള്ളൂ, ആരെയും കൊല്ലാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. പക്ഷേ അതിന്റെ പരിണിത ഫലങ്ങൾ പിന്നീടുണ്ടായി എന്നുള്ളത് ഇവിടുത്തെ പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല, അതോ മറച്ചു വെച്ചു. അതായത് പിന്നീട് എത്രയോ ഈ കാണിച്ച കേരള പോലീസ് ഉൾപ്പെടെയുള്ളവര് പിന്നീടുള്ള ഈ മെയ് മാസങ്ങളിൽ എന്തോരം കുഴപ്പങ്ങളിൽ ചെന്നപ്പെട്ടു, എത്രയോ പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു, എത്രയോ പേരുടെ തൊഴിൽ പോയി. പിന്നീട് ഇങ്ങോട്ട് വന്ന ഓരോ ഘട്ടങ്ങളിലും ഒരു പുതിയ പേരിൽ അറിയപ്പെട്ട്, തോക്കുസ്വാമി എന്ന പേരിൽ അറിയപ്പെട്ട് ഒരു പുതിയ ആളായി ജനിച്ചു വന്ന സ്വാമി ഒരിക്കലും താഴേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ഗുണമുണ്ടായുള്ളൂ സ്വാമിക്ക്. ഇപ്പൊ സുൽത്താൻജിയെ എനിക്ക് ചെറിയ പ്രായം മുതൽ അറിയാവുന്ന ഒരാളാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ വന്നതെങ്കിലും ചെറിയ പ്രായം മുതൽ അറിയാം. ഞാൻ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളൂടെയാണ്. അപ്പോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മളെ വളർത്തി ഓരോ ഘട്ടങ്ങളിലേക്ക് എത്തിക്കുന്നത്. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പോസ്റ്റും കൊടുത്ത് പേരും കൊടുത്ത് പിടിച്ച് ജയിലിൽ വിട്ടു. എത്രയോ സാധാരണക്കാരെ ഇവിടെ പിടിച്ച് ജയിലിലെടുത്തത്. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു ഭക്തിയുടെ നിറവിൽ നിന്നിരുന്ന അത് എനിക്ക് പേഴ്സണൽ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. പലരും ചിലപ്പോൾ കുറ്റപ്പെടുത്തിയേക്കാം ഇതിന്റെ പേരിൽ. അദ്ദേഹത്തിന്റെ ജീവിതചര്യ കൃത്യമായി കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ചക്ര ഹീലിംഗ് ഒന്നും ചെറിയ കാര്യമല്ല. അത് ഇവിടുത്തെ ഈ സ്വാമിമാരെന്ന് പറഞ്ഞു നടക്കുന്ന കുറെ മൊണ്ണകളുണ്ട്, അവരൊന്നും ചെയ്യുന്നതല്ല. ഇപ്പോഴും യഥാർത്ഥ ഭദ്രാനന്ദിനെ, സ്വാമി ഭദ്രാനന്ദിനെ തിരിച്ചറിയാത്ത ഒരു കേരളം ഉണ്ട് ഇവിടെ. അവർക്ക് ചിലപ്പോ പിറന്ന് പൊട്ടിത്തെറിക്കുന്ന സമയമായിരിക്കും, ഒരു കാര്യം കാണുമ്പോൾ പ്രതികരിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കാണിക്കുന്ന കുഴപ്പങ്ങൾ പച്ചയ്ക്ക് പറയാൻ ഒന്നിനും ഭയക്കത്തില്ല. അത് ഒരു വലിയ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഭദ്രാനന്ദം എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ വംശാവലിയിൽപ്പെട്ട നാണിയാശാന്റെ കൊച്ചുമകനാണ്. പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ വിൽ പവർ ഉണ്ട്, അതിന്റെ ചൈതന്യമുണ്ട്, അതിന്റെ ഒരു കഴിവ് അദ്ദേഹത്തിന് പിന്തുടർച്ചയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളിലും വെട്ടിത്തുറന്ന് പറയുന്നു, പൊട്ടിത്തെറിക്കുന്നു. പച്ചയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ ഒരു വലിയ ബിംബം പോലാക്കി ചിലവര് കോമാളിയാക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ ക്രിമിനൽ ആക്കുന്നുണ്ട്. പോലീസിന് ആരെയും കിട്ടിയില്ലേ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ചകത്തിരുന്ന ഒരു രീതി ഇപ്പോഴും ഉണ്ട്. അതിന് ഏത് ഗവൺമെന്റുകൾ മാറി വന്നാലും. നമുക്ക് ഈ May 18 വരാം. May 17 വരാം. പിന്നീട് സ്വാമിജിയെ ഈ സ്റ്റേഷനിൽ ഇതേപോലെ ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് പുതിയൊരു പേരിൽ അവതരിപ്പിച്ച് ഏറ്റവും വലിയ ക്രിമിനലാക്കി, മാഫിയ തലവനാക്കിയൊക്കെ വെച്ചിരുന്ന മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പിന്നീട് വന്ന May 17 പല ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടും പലതും ഒളിച്ചു വെക്കപ്പെട്ടു.
സ്വാമി ഭദ്രാനന്ദ കുഴപ്പക്കാരനാണെന്ന് വിളിച്ചു പറഞ്ഞ മാധ്യമപ്രവർത്തകർ പോലും പല രീതിയിൽ അത് പ്രകൃതിക്ക് ഒരു പവർ ഉണ്ടെന്നുള്ളതാണ്. ഏതിനും ശക്തമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചതുപോലെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിനൊരു സത്യം ഉണ്ടാവണം. സത്യമില്ലാതെ കുറ്റപ്പെടുത്തിയ പ്രകൃതി പ്രതികരിക്കും എന്നുള്ളത് നേരിട്ട് കാണാൻ പറ്റി. നിരവധി പേര് അങ്ങനെ പറഞ്ഞു നടന്ന പലരുടെയും പലരും ജീവനോടെ ഇല്ല. അതൊരിക്കലും സ്വാമി പോയി വെടിവെച്ചു പോകുന്നതല്ല. സ്വാമി മന്ത്രം ചെയ്തും ക്ഷൂദ്രക്രിയ ചെയ്തും അല്ലെങ്കിൽ ഇവിടുത്തെ സേവനം നടത്തിയൊന്നും ചെയ്തതല്ല. പക്ഷെ പ്രകൃതി പ്രതികരിച്ചു എന്നുള്ളത് ഇതിന്റെ ഒരു മനുഷ്യനിൽ ഒരു സത്യമുണ്ടെന്നാണ് ഞാൻ അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. ഞാൻ അതിന്റെ പുറകെ കുറെ നടന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ അതിവിടെ തുറന്നു പറയാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറഞ്ഞാൽ സത്യം പറയുന്നവനെ കോമാളിയാക്കുന്ന ഒരു ലോകം നമുക്കിടയിലുണ്ട്. ഇതില് നമ്മൾ എപ്പോഴും നമ്മൾ ഈശ്വരനുമായിട്ട് അടുത്ത് കഴിയുമ്പോൾ അതായത് അദ്വൈത സിദ്ധാന്തവും ദ്വൈത സിദ്ധാന്തവും എന്ന് പറഞ്ഞ രണ്ടിതുണ്ട്. ദ്വൈതാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാനും നീയും രണ്ടും രണ്ടാണ്. ദ്വൈതാവസ്ഥയിൽ അദ്വൈത സിദ്ധാന്തത്തിൽ എത്തുമ്പം ഈശ്വരനും ഞാനും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ്. ആ സമയത്ത് നമ്മൾക്ക് തരുന്ന, നമ്മളിൽ അർച്ചിക്കുന്നതും നമ്മളിൽ അർപ്പിക്കുന്നതും നമ്മളിൽ എന്ത് തന്നെ തന്നാലും അത് പ്രകൃതിയുമായിട്ട് കണക്റ്റ് ആവും. അത് ഒരു വശം. പിന്നെ ഇതിനകത്ത് ഈ ആത്മീയതയിൽ തന്നെ പല സ്റ്റേജുകളുണ്ട്. ചില മേഖലകൾ എന്ന് പറയുന്നത് ഞാൻ ഫോക്കസ് ചെയ്യുന്നല്ല, സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ്. അതിന് ബോധിധർമ്മൻ കാണിച്ചു കൊടുത്ത കുറെ വിദ്യകളുണ്ട് 7ാം അറിവ് സിനിമയിൽ. നമ്മുടെ ബോഡിയെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഹാക്ക് ചെയ്യാനും വർക്ക് ചെയ്യാനും പറ്റുന്ന രീതികൾ. അത് ഇവിടെ ആരും ചെയ്തില്ല. കാരണം ബോധിധർമ്മൻ നമ്മുടെ പരമ്പരയിൽപ്പെട്ടതാണ്. അത് ആ സീക്രട്ട് പോലും ആർക്കും അറിയില്ല. ബോധിധർമ്മനാണ് ഏറ്റവും കൂടുതൽ സ്പിരിച്വലി, അതുപോലെ തന്നെ മാർഷൽ ആർട്സ് പരമായിട്ട്, അതുപോലെ സൂക്ഷ്മ ശരീരമായിട്ടുള്ള കാര്യം വർക്ക് ചക്രങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതും. ഇത് പിന്നീട് ചെയ്ത ലാസ്റ്റ് ശ്രീനാരായണ ഗുരുവാണ്. നമ്മുടെ ശരീരത്തിലൊരു 17 ശക്തികളുണ്ട്. ഈ 17 ശക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും മെയ് 17 ആയിട്ടുള്ളതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അത് ഇന്നും നാളെയൊന്നും നമുക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റും. 28 പറഞ്ഞതുപോലെ ഈ മെയ് 17 ഇപ്പം ആൻഡ്രോസൺ പറഞ്ഞു വെച്ചതുപോലെ ഒരു കാര്യം, മെയ് 17 എന്നെ സിഎനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ഇതാക്കി 307 ആണ്. ഈ മെയ് 17 നിങ്ങൾ എഴുതി വെച്ചോളൂ, അടുത്ത് നിങ്ങളുടെ സർക്കാർ കരിദിനമായിട്ട് ഇത് ആചരിക്കുമെന്ന് ഞാൻ SP ഓഫീസിൽ ചെന്ന് ഞാൻ പറഞ്ഞു. അത് എഴുതി അവിടെ വെക്കുകയും ചെയ്തു. അവർ റെക്കോർഡ് ചെയ്ത ഇതിൽ എടുക്കാനും ഞാൻ പറഞ്ഞു, അവർ എടുക്കുകയും ചെയ്തു. അടുത്ത മെയ് 17 2009 ഇതേപോലെ 6 പേരെ പോലീസ് തോക്കെടുത്ത് ഭീമാപള്ളിയിൽ വെടിവെച്ച് കൊല്ലുന്നു. അന്ന് തോക്ക് തന്നെയാണ് കാരണം. വേറെ ഇടിക്കുകയോ അടിക്കുകയോ ലാത്തിയോ ബോട്ടോ ഒന്നുമല്ല, തോക്ക് തന്നെയാണ് കാര്യം. അത് കഴിഞ്ഞിട്ട് മെയ് 17 തന്നെ ബേസ് ചെയ്ത് ജഗദീഷ് ശ്രീകുമാർ ഈ കഥ പറഞ്ഞു. മകന്റെ അച്ഛൻ, അതിലാണ് ഈ ഹിമവൽ ചൈതന്യ എന്ന് പറയുന്ന കളിയാക്കിക്കൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്നു. ജഗതിയുടെ ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഒരു കള്ളക്കേസ് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് സന്യാസിമാരെ എല്ലാം മോശമാക്കി എന്നെ നിങ്ങൾ ഇത്രയും പരിഹസിച്ച ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നത്? നിങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഞാനിങ്ങനത്തെ ഒരു ഫ്രോഡ് സ്വാമിയായിട്ടല്ലേ തോന്നുള്ളൂ. ഞാൻ തോക്കെടുത്ത് എൻ്റെ അമ്മയെ ആക്രമിക്കാൻ വന്നപ്പോൾ എൻ്റെ അമ്മേനെ എൻ്റെ പപ്പാട്ടിയാന്ന് പറഞ്ഞ് ഇറക്കി വിടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലെ ശക്തി ഞാൻ അതിനെ പ്രതികരിക്കാൻ ഞാൻ തോക്കുമായിട്ട് ഇറങ്ങി. അത് NDF-കാരാണ് അവിടെ വന്നതെന്നുള്ളത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ ആത്മഹത്യ ഒന്നാക്കി വെച്ചു. ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു കടലാസ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. കടലാസ് എഴുതി കൊടുക്കുന്ന എൻ്റെ രീതിയല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ താൻ തൻ്റെ പണി ചെയ്യാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു സാധനം പൊക്കിയത് ഞാൻ പറഞ്ഞു, ആ പണി താൻ താങ്ങില്ല മിസ്റ്റർ ശ്രീകുമാർ എന്നും പറഞ്ഞു. അതേ NH-17 അവിടെയും 17 ഒരു അതാണ് 17 വെച്ച് കുറെ കാര്യങ്ങളുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു. ആ 17 NH-17 തന്നെ ജഗതി പിന്നെ അഭിനയിക്കണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. ജഗതിയുടെ ഡ്രൈവർക്ക് ഒരു പോറലും പറ്റിയില്ല, കാരണം പറ്റരുത്, അദ്ദേഹം നിരപരാധിയാണ്. ജഗതി ഇനി അഭിനയിക്കണ്ട എന്നുള്ളത് ഇവിടെ പാഠം കൊടുത്താലേ പറ്റുള്ളൂ. പോലീസ് എന്തിനാ ശിക്ഷ കൊടുക്കുന്നത്? കോടതി എന്തിനാ ശിക്ഷ കൊടുക്കുന്നത്? പലർക്കും പല പവറുകൾ ഈശ്വരൻ കൊടുത്തിട്ടുണ്ടാവും. അത് ചിലതിനെ മാഫിയ എന്ന് വിളിക്കും, ചിലതിനെ കോടതി എന്ന് വിളിക്കും, ചിലത് പോലീസ് എന്ന് വിളിക്കും. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. ഈ കാലഘട്ടങ്ങളിൽ അതിങ്ങനെ പല പേരുകളിലായിട്ട് ഒരു ശക്തി വർക്ക് ചെയ്യാണ്. അതെല്ലാം ഈശ്വരന്റെ ഓരോ ഫേസുകൾ. ചിലത് രൗദ്രഭാവമാവാം, ചിലത് സോഫിസ്റ്റിക്കേറ്റഡ് ആവാം, ശാന്തഭാവമാവാം. അതൊക്കെ അങ്ങനെ നടന്നു പോകുമല്ലോ. അതിനുശേഷം പിന്നീട്
ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞ് പരിഹസിച്ച് ആൾക്കാരുടെ ലിസ്റ്റിൽ ആ വാർത്ത എഴുതിയ ഒരു ലേഡി ഉണ്ട് ആദ്യം, ലേബി സജീന്ദ്രൻ. അത് മനോരമയിലായിരുന്നു. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ FIR ഇങ്ങനെ എഴുതി വെച്ച 309 ഇട്ട്? അത് ഒരു ജേർണലിസ്റ്റ് പറഞ്ഞു, ഇങ്ങനെ തോക്കുമായിട്ടൊരു സ്വാമി ആത്മഹത്യ ഭീഷണി മുഴക്കി വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടെന്ന് പറയും. അപ്പം ഞാൻ ലേവിയെടുത്ത് പറഞ്ഞു, എൻ്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവുമെങ്കിൽ നന്നാവട്ടെ, ഒരു പട്ടിക്കും പൂച്ചയ്ക്കും എൻ്റെ ചോര കൊടുക്കില്ല എന്ന് പറഞ്ഞ് എന്നെ മനോരമ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ അടിച്ചു. ഓക്കെ. അപ്പോൾ പോലീസ് ചോദിച്ചു, കോടതി ചോദിച്ചു പോലീസിനോട്, FIR ഇടുന്നത് മാധ്യമപ്രവർത്തകരാണോ? ആ ലേബി സജീന്ദ്രൻ പിന്നെ ജീവിതത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതാണ് ഫസ്റ്റ് പാർട്ട്. പിന്നെ അങ്ങോട്ടുള്ള കഥയെന്ന് പറയുന്നത് കളിയാക്കിയ പോലീസുകാരെല്ലാം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഇദ്ദേഹം പറഞ്ഞത് പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ.